ഇടുക്കി സൂര്യനെല്ലി ടൗണിന് സമീപം കാട്ടാന രാവിലെ മാരിയെ ആക്രമിച്ച കാട്ടാനക്കൂട്ടമാണ് ടൗണിന് സമീപം നിലയുറപ്പിച്ചിരിക്കുന്നത്. വനംവകുപ്പ് പടക്കം പൊട്ടിച്ച് തുരത്താൻ ശ്രമം തുടരുകയാണ്. രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. രാഹുൽ, ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂറെങ്കിലും ആയില്ലേ ഈ ആന അവിടെ അങ്ങനെ തുടരാൻ തുടങ്ങിയിട്ട്? ഇത്തരത്തിൽ ഈ ഒരു ആനപ്പേടിയിൽ എത്ര കാലമെന്ന് പറഞ്ഞാണ് ഈ നാട്ടുകാർ ജീവിക്കുക? ഇവിടെ ഈ ജനവാസ മേഖല ഈ തൊട്ടടുത്ത് തന്നെയാണ്. ഇപ്പോൾ ആന നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ തന്നെ വീടും നാടും നാട്ടുകാരും എല്ലാവരും ഉള്ളൊരു പ്രദേശമാണോ? എപ്പോഴത്തേക്ക് ആനയെ തുരത്താൻ കഴിയും? ഷിഹാസ്, സൂര്യനെല്ലി ടൗണിന് സമീപം തന്നെയാണ് ഈ കാട്ടാനക്കൂട്ടമുള്ളത്. RRT സംഘം ഈ കാട്ടാനയെ തുരത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ ടൗണിനോട് ചേർന്നുള്ള ഒരു പ്ലാന്റേഷൻ ഉണ്ട്. ഈ മരങ്ങൾക്കിടയിലുള്ള പ്ലാന്റേഷൻ നടുവിലാണ് കാട്ടാനക്കൂട്ടം നിൽക്കുന്നത്. പുല്ലുകൾ ഉള്ളതുകൊണ്ട് നമുക്ക് കാട്ടാനയുടെ ദൃശ്യങ്ങൾ പതിയുന്നില്ല. പക്ഷേ അല്പസമയം മുമ്പ് നമ്മൾ കാട്ടാനയെ കണ്ടതാണ്. 2 കാട്ടാനകളാണ് ഈ പ്രദേശത്തുള്ളത്. ഏത് നിമിഷവും ഈ റോഡിലേക്ക് കടന്ന് താഴെ കാണുന്ന ആനേറങ്കൽ ഡാം പരിസരത്തേക്ക് പോകാനുള്ള സാധ്യതയാണ്. അതുകൊണ്ട് ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പടക്കം ഉൾപ്പെടെ പൊട്ടിച്ചുകൊണ്ടുള്ള ഒരു ഈ ആനയെ തുരത്താനുള്ള ശ്രമത്തിലേക്കാണ് പോകുന്നത്. നമുക്ക് RRT സംഘം വനംവകുപ്പ് ഉദ്യോഗസ്ഥരും കൂടെ ചേരുന്നത്. സാർ, ഇപ്പോൾ എങ്ങനെയാണ് ഈ ചരിവിലാണ്. ഈ ചരിവിന് മുകളിലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് മറിച്ചുള്ള പ്ലാന്റേഷനിൽ ഒഴിവാക്കി വിടാൻ പറ്റൂ, ഓടിച്ചു വിടാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ വാച്ചേഴ്സും RRT സംഘവും നമ്മുടെ സെക്ഷൻ സ്റ്റാഫിനും ഇവിടെ തന്നെ ഹാൾട്ട് ചെയ്യുന്നുണ്ട്, ക്യാമ്പ് ചെയ്യുന്നുണ്ട്. 2 കാട്ടാനകളാണോ ഉള്ളത്? 2 കുട്ടിയും തള്ളയും, 2 ആനയുള്ളത്. രാവിലെ ആക്രമണം നടത്തിയ അതേ കുറേ നേരമായിട്ട് അവിടെ തന്നെ തുടരുക. പക്ഷെ താഴെ നിന്ന് പടക്കം പൊട്ടിച്ചിട്ടും ആന അവിടെ നിന്ന് കയറി വരുന്നില്ല അല്ലേ? ആന കയറി വരുന്നില്ല, കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഷിഹാസ്, വനംവകുപ്പ് ജീവനക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രതികരണമാണ് കേട്ടത്. കഴിഞ്ഞ കുറേ സമയമായി ആ താഴ്ഭാഗത്ത് തന്നെ അത് നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ റോഡ് മറികടന്നുകൊണ്ട് താഴേക്ക് പോകണം. രാവിലെ മാരിയെ കൊലപ്പെടുത്തിയത് ഈ കാണുന്ന പ്രദേശത്ത് തന്നെയാണ്. കുറച്ചപ്പുറത്ത് ഒരു 300 മീറ്റർ താഴെയാണ് മാരിയെ കൊലപ്പെടുത്തിയത്. അതിന് താഴെയാണ് ആനേറങ്കൽ ഡാം ഉള്ളത്. അതിനപ്പുറത്താണ് ചിന്നക്കനാലുള്ളത്. അപ്പോൾ ചിന്നക്കനാൽ മേഖലയിലേക്കാണ് ഈ കാട്ടാനയെ തുരത്തേണ്ടത്. പക്ഷേ കഴിഞ്ഞ കുറേ നേരമായി ഈ കാട്ടാനകൾ അവിടെ തന്നെ തമ്പടിച്ചിരിക്കുന്നു എന്നതാണ് ഈ ഉദ്യോഗസ്ഥർ പറയുകയും ചെയ്യുന്നത്. വാച്ചർമാർ താഴ്ഭാഗത്ത് നിന്നും പടക്കം പൊട്ടിക്കുന്ന ഇടയ്ക്ക് നമുക്ക് ശബ്ദമായി കേൾക്കാൻ സാധിക്കും. പക്ഷേ പടക്കം പൊട്ടിച്ചിട്ടും ആ ശബ്ദം കേട്ടിട്ടും കാട്ടാന മുകളിലേക്ക് കയറി വരാൻ തയ്യാറാകുന്നില്ല. തൊട്ടപ്പുറത്ത് തേയിലക്കാടുകളാണ്. ഈ മരങ്ങൾക്ക് തൊട്ടപ്പുറത്ത് തേയിലക്കാടാണ്. അവിടെ നിന്നും ആ കാണുന്ന റോഡിലൂടെയാണ് കൊളുക്കുമലയിലേക്ക് വിനോദസഞ്ചാരികൾ പോകുന്നത്. കൊളുക്കുമലയുടെയൊക്കെ താഴ്ഭാഗമാണ്. എനിക്ക് ഇടത് ഭാഗത്തായിട്ടാണ് ഈ സൂര്യനെല്ലി ടൗൺ വരുന്നത്. ഏതാണ്ട് ഒരു 500 മീറ്റർ അപ്പുറത്തേക്ക് പോയാൽ ഈ സൂര്യനെല്ലി ടൗൺ ഒക്കെയാണ്. അപ്പോൾ തീർത്തും ജനവാസ മേഖലയിൽ വിനോദസഞ്ചാരികൾ അടക്കമുള്ള ഒരു മേഖലയിലാണ് വീതി പരത്തിക്കൊണ്ട് 2 കാട്ടാനകൾ ഇപ്പോഴും തുടരുന്നത്. ദൗത്യം ആരംഭിച്ചിട്ട് ഒരു അരമണിക്കൂർ പിന്നിടുകയാണ്. പലതവണ പടക്കം പൊട്ടിച്ചെങ്കിലും ഈ മേഖലയിൽ നിന്നും കാട്ടാന റോഡിലേക്ക് കയറി വരാൻ തയ്യാറാകുന്നില്ല എന്നാണ് എടുത്തു വരേണ്ട കാര്യം. കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും, കുറച്ച് സമയം കൂടി കാത്തിരിക്കേണ്ടി വരും എന്നതാണ് ആളുകൾ, ഈ വനംവകുപ്പ് ജീവനക്കാർ പറയുകയും ചെയ്യുന്നത്. അതേസമയം മാരിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇടുക്കി മെഡിക്കൽ കോളേജിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ DFOയുടെ നേതൃത്വത്തിൽ ചിന്നക്കനാൽ പഞ്ചായത്ത് ഓഫീസിൽ യോഗം ചേരാൻ പോകുന്നുണ്ട്, ചർച്ച നടത്താൻ പോകുന്നുണ്ട്. ആ ചർച്ചയിൽ തീരുമാനമായാൽ മാത്രമാണ് മാരിയുടെ മൃതദേഹം സംസ്കരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഈ നാട്ടുകാരും അവരുടെ ബന്ധുക്കളും ഉള്ളത്. പരിക്കേറ്റ കുട്ടി അടിമാലിയിലെ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മാരിയെ കൊലപ്പെടുത്തിയ അതേ കാട്ടാനകൾ തന്നെയാണ് ഇതേ മേഖലയിൽ തുടരുന്നത് എന്നതാണ് ഇപ്പോഴും. രാഹുൽ, എത്രയും വേഗം ആനയെ അവിടെ നിന്ന് തുരത്തേണ്ടതുണ്ട്. ആ നാട്ടുകാരുടെ ഭയം ശമിപ്പിക്കേണ്ടതുണ്ട്.